പി സി ജോർജ് ഒരു സമാന്തര പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആര് പറഞ്ഞു? താങ്കളുടെ വളരെ അടുത്ത സുഹൃത്ത്. എന്താ വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ കൊടുക്കുന്ന പരാതിയുടെ ഒരു പകർപ്പ് പി സി ജോർജിന് അങ്ങ് തന്നേക്കുക. അല്ല, എൻ്റെ നീളത്തെ ആളുകൾ എൻ്റെ ഈ കൊണം തരും. അത് ഞാൻ എതിർകക്ഷിയെ വിളിച്ചു വരുത്തി പറഞ്ഞു തീർക്കും. അത് വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ചെയ്യാറ്. പല പല അവകാശവാദങ്ങളും പി സി ജോർജ് മുഴക്കും. പക്ഷെ അതൊക്കെ വെറും പൊങ്ങച്ചമാണ്. സെൽവരാജിനെ കൊണ്ടുവന്ന് പി സി ജോർജ് എന്ന് പറഞ്ഞത് എവിടെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാലും ഒരു കാലത്ത് തെരഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. പത്രപ്രവർത്തകർ പറയുമ്പോൾ നിങ്ങളല്ലേ പറഞ്ഞ നിഷേധിച്ചിരുന്നില്ലല്ലോ. എല്ലാത്തിനും നിഷേധിക്കാൻ സെൽവരാജ് എന്ന് പറയുകയാണ് ഒരു റോള് പി സി ജോർജ് ഉണ്ടായിരുന്നില്ല എന്ന്. ഒരു എട്ടുകാലി മമ്മൂഞ്ഞിന്റെ റോള് മാത്രമാണ് പി സി ജോർജ് നടത്തുന്നത്. അതും ഞാൻ സംഭവിച്ചു. പ്രശ്നം തീർന്നല്ലോ. അതൊക്കെ അടുത്ത ദിവസം കുമ്പസാരിച്ചിരുന്നോ? വളരെ മഹനായി മാറിയിരുന്നു. ഇല്ല, കുമ്പസാരിച്ചുകൊണ്ടല്ല നീ. സെൽവരാജ് എങ്ങനെ പറഞ്ഞാൽ അത് വിശ്വസിക്കണത് എൻ്റെ അഭിപ്രായം. ശ്രീ കെ എം മാണി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാലും എങ്ങനെ ഇരിക്കും? വളരെ നന്നായിരിക്കും. ഉമ്മൻചാണ്ടിയൊക്കെ നന്നാവും. രണ്ടും രണ്ടാ രാഷ്ട്രീയത്തിൽ. ഉദാഹരണം പറയാം. ഉദാഹരണം പറയാം. രാഷ്ട്രീയത്തിന് പ്രത്യേകത. ഉമ്മൻചാണ്ടി 14 ജനസമ്പർക്ക പരിപാടി കണ്ടു. 10-12 ലക്ഷം ആളുകളെ നേരിട്ട് കണ്ട് പരാതി മേടിച്ചു. അതിനെല്ലാം എക്സ്പെൻസായിട്ട് പുള്ളി കാശ് കൊടുത്തു തീർത്തു. ഇത് നമുക്ക് ദുരിതാശ്വാസം കൊടുത്ത് എല്ലാം കൂടി 22 കോടിയാണ്. മാണി സാർ ഒരു ഇത് നടത്താൻ ആപ്പീസ് ഇരുന്നുകൊണ്ട് 200 കോടി കൊടുത്തു. പക്ഷെ ജനങ്ങളുടെ മുമ്പിലേ അതാ വലുത്. അല്ല, അത് ശരി. പക്ഷെ അപ്പൊ താങ്കൾ ജനത്തിന് വിട്. മനസ്സിലായോ? ജനത്തിന് മുമ്പിൽ അതാ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലുത്. മാണി സാറിന് 200 കോടി ആരും അറിയുന്നില്ല. അല്ല, രാഷ്ട്രീയ പ്രവർത്തനം ഉമ്മൻചാണ്ടിയുടെ ആ സ്റ്റൈലാണ്, പോളിറ്റിക്സ് ആണ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഉമ്മൻചാണ്ടിയൊക്കെ മുകളിൽ പോകുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ നല്ലൊരു ഭരണാധികാരിയായിരിക്കും കെ എം. ഇന്ന് കേരളത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ആവശ്യം മാണി സാറിനെ പോലെ ഒരാളെയാണോ? എന്നൊന്നും അല്ലെന്ന് പറയുന്നത്. കാരണം അതെന്താണെന്ന് ചോദിച്ചാൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞെങ്കിലല്ലേ ഇവിടെ മുഖ്യമന്ത്രിയാകാൻ പറ്റൂ. അത് വിട് പി സി ജോർജ്, സമവാക്യങ്ങൾ വിട്, അംഗസംഖ്യ വിട്. ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് അറിയാവുന്ന 2 രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സീനിയോറിറ്റിയുള്ള ശ്രീ മാണി സാറിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി കസേരയിരിക്കാനുള്ള യോഗ്യത ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ ഇപ്പം മുഖ്യ ലീഡേഴ്സിനെ മുഴുവൻ നോക്കിയാൽ, ഇപ്പം നിയമസഭയ്ക്കകത്തുള്ള വെച്ച് നോക്കിയാൽ ഏറ്റവും യോഗ്യൻ മാണി സാർ തന്നെയാണ്. അതിന് സംശയം വേണ്ട. ഇപ്പം സഭയിലുള്ള ആളുകൾ വെച്ച് നോക്കിയാൽ മാണി സാർ തന്നെയാണ്. കസേര കാര്യമല്ലല്ലോ. അത് ഞാൻ പറഞ്ഞ കറക്റ്റ് ഉത്തരമാണ്. പക്ഷെ വേറെന്താണ്, ഞാൻ കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ഞാൻ കരുണാകരനെ പറയും. അത് ശരി. ഇപ്പം ഇല്ലല്ലോ. പക്ഷേ കരുണാകരനോട് എനിക്ക് ബഹുമാനമുണ്ട്. ഞാൻ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ 84 ജീവിച്ചിരിക്കാത്ത നേതാക്കളെ കുറിച്ച് സംസാരിക്കുന്നത് ഇൻട്രസ്റ്റേ ഉള്ളൂ. നന്ദി വേണം. അല്ല, ഈ പറഞ്ഞ ഈ സോണിയാഗാന്ധിയുടെ കത്തില് പരോക്ഷമായിട്ട് മാണി സാറിന്റെ ഒക്കെ പേരും കണ്ടല്ലോ. ഇല്ല, അല്ല ഞാൻ പറയല. ഇല്ലെന്നറിയാതെ പറഞ്ഞു പോയി. ഞാൻ പറയല. പരോക്ഷം എന്നുള്ള വരികൾക്കിടയിലൂടെ വായിക്കില്ല. പറയണ്ട. അത് ഞാൻ അതിൽ ചർച്ചയ്ക്കില്ല. എനിക്ക് കെ കരുണാകരനെ പറ്റി ഒരു വാക്ക്. രണ്ടാമത് വേറെ കത്തുണ്ടാക്കിയിട്ട് മാണി സാർ അങ്ങനെ കള്ളത്തരൊന്നും എൻ്റെ ഭാഗമില്ല. ഞാൻ കെ കരുണാകരനെ ഏറ്റവും ഉപകരിക്കണമെന്നറിയാം. ഞാൻ ഈ പട്ടികജാതി ആദിവാസി വിഭാഗം, നമ്മുടെ തിരുവനന്തപുരം പാവപ്പെട്ട നാടാന്മാർ, ഇവിടുത്തെ പിന്നോക്കക്കാരെ ഈഴവ സമുദായം, ഈ വിഭാഗങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കരമായ സ്നേഹവും അവർക്ക് വേണ്ടി ഇടപെടലും നടത്താനുള്ള തീരുമാനം എനിക്ക് എന്നിലുണ്ടാക്കിയത് കെ കരുണാകരൻ. പി സി ജോർജ്, ഒരു വേള താങ്കൾ UDFിൻ്റെ ഭാഗമാണ്, ചീഫ് വിപ്പാണെന്നുള്ള കാര്യങ്ങൾ മറക്കുക. ഒരു വേള ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നാൽ UDFിന് എത്ര സീറ്റ് കിട്ടും? പാർലമെൻറ്റാണോ? പാർലമെൻറ്റ് 3-4 കിട്ടിയേക്കും. 3-4 സീറ്റ്. ആ 3-ൽ പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി സീറ്റുകളുണ്ടോ? ഇല്ല. ഈ 3 സീറ്റും ഇല്ല. ആലപ്പുഴ വേണുഗോപാൽ തോക്കും. കോട്ടയം ആത്മാർത്ഥമായിട്ട് ബുദ്ധിമുട്ട് ജയിക്കും. അത് മാണി സാറിനെ സൂചിപ്പിക്കാൻ പറഞ്ഞാണ്. അല്ല 3 സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചോദിച്ചു. ഒരു MP എന്ന നിലയിൽ നാട്ടിൽ ഞാൻ ഇനി വേറെ ലളിതമായിട്ട് ചോദിട്ടെ. 3 സീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം മലപ്പുറത്തുള്ള 2 സീറ്റും വയനാട് സീറ്റ് ആണെന്ന് വിചാരിച്ചാലോ? 3-4 എന്നല്ലേ ഞാൻ പറഞ്ഞു. 4 വരെ ആകാം. ഓക്കെ, 3+1. കോൺഗ്രസിലൊന്നും കിട്ടില്ലല്ലേ? വയനാട് കിട്ടിയാൽ കിട്ടും. എല്ലാം കിട്ടാൻ പോകുന്നത് കിട്ടുവാണെങ്കിൽ വയനാട് മാത്രമേ കിട്ടുള്ളൂ.
പക്ഷെ മാറി വരും. ഈ ഗൗരവം അല്ല ആയിക്കോട്ടെ, നമ്മളീ പറഞ്ഞ ഈ ഗൗരവം UDF നേതൃത്വത്തിന് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ അമിതമായ ഗ്രൂപ്പ് പൊളിറ്റിക്സ് ആയി. കരുണാകരൻ AKN ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പ് പൊളിറ്റിക്സ് ഒരു മാന്യതയുണ്ട്. ഇപ്പം അത് പോയി. IUA എന്ന് പറഞ്ഞ വ്യക്തമായ ഗ്രൂപ്പായി. അത് വലിയ സങ്കടകരമാണ്. അത് കോൺഗ്രസ്സിന് മാത്രമാണ് കുഴപ്പമെങ്കിൽ നമുക്ക് മിണ്ടാതിരിക്കാം. നിങ്ങളെന്തിനാ ഇടപെടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കാര്യമില്ല. പക്ഷേ കോൺഗ്രസ് തകർന്നാൽ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയാണ്. PC ജോർജിനെ ഒരു മന്ത്രിയായി കാണാൻ പലരും ആഗ്രഹിച്ചിരുന്നു, താങ്കളും ആഗ്രഹിച്ചിരുന്നു. വിട്ടാസ് ഹൃദയമില്ല സംസാരിക്കും. വിട്ടാസ് ഒരു മാന്യനില്ലേ? ഏതെങ്കിലും ഒരു അവസരത്തിൽ മന്ത്രിസ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞായിട്ട് തെളിയിക്കാമെങ്കിൽ നിങ്ങൾ പറയുന്ന ശിക്ഷ അനുഭവിക്കാം. ഞാൻ 2006 ന്യായമായിട്ട് മന്ത്രിയാണ്. അച്യുതാനന്ദൻ എന്നെ വിളിച്ചല്ലോ, ജോലി ജീവിച്ചിരിപ്പല്ലേ, താൻ എൻ്റെ കൂടത്തേക്ക് ആവൻ്റി കാണുമെന്ന് ചോദിച്ചു. സോറി സഖാവേ എന്ന് പറഞ്ഞു എന്ന് ചോദിയില്ല. താങ്കൾക്ക് മന്ത്രിയാൻ ആഗ്രഹമില്ല? അങ്ങനെ തോന്നിയില്ല. എനിക്ക് ആ സ്പീക്കറായ കൊള്ളാൻ തോന്നിയിട്ടുണ്ട്. വേറെ തോന്നിയിട്ടില്ല. സ്പീക്കറെ മന്ത്രിയാക്കാന്നൊക്കെ ഇടയ്ക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. എനിക്കിഷ്ടമായിരുന്നു. ആണോ? എനിക്ക് എന്നെ പിടിച്ചൊന്ന് സ്പീക്കറാക്കി ഞാൻ മേടിക്കും. അപ്പോൾ KPCC പ്രസിഡന്റ് ആരായിരിക്കണം? എനിക്ക് അവർ കോൺഗ്രസ് തീരുമാനിക്കട്ടെ. എനിക്ക് അതിലൊരു അഭിപ്രായമില്ല. സ്പീക്കറെ പിടിച്ചാക സ്പീക്കർ ഇപ്പോഴോ? ഒന്നും വേണ്ട. ദൈവത്തെ ഓർത്ത് കുത്തിരിക്കണം. ഞാൻ ഇത് കൊണ്ടൊക്കെ ഈ UDF സർക്കാരിൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനമേ വേണ്ട. അതല്ലേ KC ജോസഫ് പറഞ്ഞ് അതങ്ങ് വിട്ടൂടേത്. അത് അയാളല്ല നിശ്ചയിക്കേണ്ടെന്ന് മനസ്സിലായില്ല. എന്തിനെത്ര മാത്രം മുറുക്ക പിടിച്ചോണ്ടിരിക്കണേ? മുറുകെ പിടിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? ആ രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനം ഇത് കോൺഗ്രസിൻ്റെ ഔദാര്യമല്ല. ഈ KC ജോസഫ് മന്ത്രി ആയിരിക്കും ഞങ്ങളുടെ വോട്ട് കൊണ്ടാ, അല്ല അയാളുടെ കുടുംബത്താണോ ഇത്? അയാൾ എന്നോട് ഇട്ടേച്ച് അയക്കാൻ കിട്ടിയിട്ട് പോകാൻ പറഞ്ഞത് കാരണം അതാ. ഞങ്ങളുടെ വോട്ടില്ലാതെ അയാൾ ഇരിക്കും അവിടെ. ഇപ്പോൾ പല കോൺഗ്രസ്സുകാരുടെയും തോന്നൽ അവരുടെ ഔദാര്യം കൊണ്ട് ഞങ്ങളൊക്കെ അങ്ങ് ഇരിക്കുന്നു. ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് അവരിയ്ക്കുന്നത് മനസ്സിലാക്കണം. പരസ്പരമുള്ള ഇത് അത് മനസ്സിലാക്കാത്ത വർത്തമാനം പറയരുത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞാൽ അവർക്കും കൊള്ളാം, ഞങ്ങൾക്കും കൊള്ളാം. അത്രേ ഉള്ളൂ. മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ താങ്കൾ സമർത്ഥനാണ്? അറിയാതെയോ? എല്ലാ കാര്യത്തിലും സമർത്ഥനം നിങ്ങൾ സമ്മതിച്ചാൽ പോരെ, പ്രശ്നം തിരികെ. ഇത് എനിക്ക് പ്രത്യേകമായിട്ട് സംശയം. എൻ്റെ പിള്ളേർ ഒന്ന് രണ്ടാമത്തേന് PC ജോർ എന്ന് പറയും. ഞാൻ പറഞ്ഞു വിളിക്കും നോക്കട്ടെ ആരോ പറയുന്നു. നമസ്കാരം. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് പ്രസംഗങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയാണ് നേതാക്കന്മാർ വളർന്നു വരുന്നതും അതിലൂടെയാണ് നമ്മളവരെ അറിയുന്നതും. ഇങ്ങനെ ഈ ഒരു മാധ്യമങ്ങൾ നിറഞ്ഞു വന്നുകൊണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ അറ്റൻഷൻ സീക്ക് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ടെൻഡൻസി നേതാക്കന്മാരുടെ ഇടയിൽ വരുന്നത് ശരിയാണോ? അതോടൊപ്പം ഇങ്ങനത്തെ ഈ ഒരു ട്രെൻഡിന് കാരണക്കാർ മാധ്യമങ്ങളാണോ അതോ നേതാക്കളാണോ? രണ്ടുമുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ ജനങ്ങളെ വിവരം അറിയിക്കാതിരിക്കാൻ പറ്റില്ല. ജനങ്ങളെ വിവരം അറിയിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രസ് കോൺഫറൻസ് നടത്തേണ്ടി വരും. ആ പ്രസ് കോൺഫറൻസ് വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്ഫുടമായി സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടുന്ന പത്രക്കാരൻ അല്പമെങ്കിലും എഴുതാതിരിക്കാൻ പറ്റില്ല. അത് സ്വാഭാവികമല്ലേ? അപ്പോൾ പത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതുപോലെ സത്യസന്ധമായി കാര്യം കൊടുക്കുന്നവരുടെ നിന്ന് കൂടുതൽ കാര്യം കിട്ടാൻ വേണ്ടി അവർ സൗഹൃദം ഭാവിക്കും. അവരുടെ സൗഹൃദം ഇങ്ങനെ ഭാവിക്കുകയല്ലേ? ആ ഭാവിക്കുന്ന മുഴുവൻ നമ്മളെ രക്ഷിക്കാനാണെന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയക്കാരൻ വലിയ താമസമില്ലാതെ വെള്ളത്തിലും പോകും. പത്രക്കാരെ അങ്ങനെ നമ്പാൻ പറ്റില്ലല്ലേ? നമ്പാൻ പറ്റില്ല ഒരിക്കലും. ഉറപ്പല്ലേ? ഉറപ്പായിട്ടും. PC ജോർജ് സ്നേഹത്തിന് മുമ്പിൽ അങ്ങ് ഉരുകി പോകുന്ന ആളാണോ? ഉരുകിയില്ലെങ്കിലും അല്പം ദൗർബല്യം ഒന്ന് വാടും. സത്യം വാടും. സത്യം ഉറപ്പാണോ? ഉറപ്പായി. ഇഷ്ടമുള്ള ഒരാൾ ചോദിക്കുന്നതൊക്കെ കൊടുക്കുമോ? എനിക്ക് കൊടുക്കാൻ പറ്റുന്ന നിനക്ക് തീർച്ചയായും എന്തും ചെയ്യും. മനുഷ്യസാധ്യമാണ് ചെയ്യും. ശരി, നോക്കട്ടെ. പപ്പ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് മാതൃകയാണ്. ഒരു കാര്യം ഒഴിച്ച് ഭയങ്കര ചെയിൻ സ്മോക്കറാണ്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, സാധാരണ ഈ പൊതുവായി പബ്ലിക്കായിട്ടൊക്കെ നിന്ന് സിഗരറ്റ് വലിക്കുമ്പോഴൊക്കെ പപ്പ ഒരു കൂസലും ഇല്ലാതെ കാര്യമായിട്ട് നിന്നാണ് വലിക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കും എല്ലാ കാര്യത്തിലും മാതൃകയായിരിക്കുന്ന ആൾ ഈ കാര്യത്തിൽ മാത്രം മാതൃകയല്ല. അപ്പം ഈ പൊതുവേദിയിൽ വെച്ച് സിഗരറ്റ് വലി നിർത്താം എന്നുള്ളൊരു വാക്ക് തരണം. ഇരട്ടക്കുഴൽ, ഡബിൾ ബാരല്ല, പിസ്റ്റൺ. എല്ലാം ഇത് ഈ കൊച്ചു ഈ മകളുമുണ്ട് മകനുമുണ്ട്. ഭയങ്കര പ്രശ്നം. ചോദ്യത്തിന് ഉത്തരം പറ. ഞാൻ സിഗരറ്റ് കേട്ടോ, ചോദ്യത്തിന് ഉത്തരം പറ. പറയാം. സിഗരറ്റ് വലി നിർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഉത്തരം പറ.
ഞാൻ ഡബിൾ ബാരലും പിസ്റ്റളും ഇന്ന് നിർത്തുകയല്ല. എപ്പം നിർത്തും? ഇത് കൊച്ചു കേൾക്കല. എപ്പം നിർത്തും? ആസ് ഏർലി ആസ് പോസിബിൾ. നോ നോ നോ, അതൊക്കെ ചുമ്മാ ഒഴുക്കം പറ്റും. കാര്യം പറ, എനിക്ക് ഡേറ്റ് പറ. ഡേറ്റ് പറയാൻ പറ്റും. ഡേറ്റ് പറ. പി സി ജോർജ് ആദ്യം പറഞ്ഞു, സ്നേഹമുള്ളവർ പറഞ്ഞാൽ മനുഷ്യ സാധ്യമാകുന്നതെല്ലാം ചെയ്യാം. സ്വന്തം മകളായ മരുമകള് പറയുന്നു. പറ വേഗം പറ. ഡേറ്റ് പറ മിസ്റ്റർ പി സി ജോർജ്. മിസ്റ്റർ പി സി ജോർജ്. യെസ്. നല്ല കൊള്ളാവുന്ന ഒരു തിരുവിതാംകൂർ ക്രിസ്ത്യാനി ആണ്. പറ ഡേറ്റ് പറ. ഡേറ്റ് നീട്ടി പറഞ്ഞോ? ഞാൻ പറയാം. ഡേറ്റ് നീട്ടി പറ. ഒരു എക്സ്പ്ലനേഷൻ. നോ എക്സ്പ്ലനേഷൻ. നോ. ഇതിനകത്ത് വിശദീകരണത്തിന് ആവശ്യമില്ല. താങ്കൾ ഡേറ്റ് പറ. ഇന്നിപ്പോ ഏത് മാസം മക്കളെ? ഇത് സെപ്റ്റംബർ. ഞാൻ നിർത്തിച്ച് പിന്നെ തുടങ്ങി തന്നെ. താങ്കൾ പറ. അതൊക്കെ വിട്. താങ്കൾ പറ. സെപ്റ്റംബർ. മോൾക്കൊരു ഓണസമ്മാനം. ഓണം എന്നാ? 14. ആ പറ. ഡേറ്റ് പറഞ്ഞോ? ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് കൊച്ചു പറഞ്ഞു. വേഗം പറ ഡേറ്റ്. ഇന്ന് കോൺഗ്രസ്സുകാരുടെ അടുത്ത് തോക്ക് കൂട്ടിയവരല്ലേ കറക്റ്റായിട്ട് തോക്ക് കൊണ്ടു മരം കയറ. ഡേറ്റ് പറയാൻ വിടുകയല്ലേ? ഡേറ്റ് പറയണം. അന്തസ്സുണ്ടെങ്കിൽ ആഭിജാതി കൊണ്ട് ഡേറ്റ് പറയണ്ടേ? പിള്ളേരെല്ലാം സ്റ്റാൻഡിലാണോ? പിന്നല്ലാതെ ഡേറ്റ് പറ. 100%. പിള്ളേർ ഡേറ്റ് പറ. ആ ഒരു ഡേറ്റ് പറഞ്ഞു കൊടുക്ക്. സെപ്റ്റംബർ 30. ആ ചെയ്തോ? സെപ്റ്റംബർ 30. സെപ്റ്റംബർ 30 ശേഷം ഞാൻ സിഗരറ്റ് വലിച്ച് ലോകത്താരും കാണില്ല. അല്ലല്ലല്ല, സെപ്റ്റംബർ 30 ശേഷം താങ്കൾ സിഗരറ്റ് വലിക്കില്ല. ഞാൻ വലിക്കില്ല. സെപ്റ്റംബർ 30 ശേഷം. സെപ്റ്റംബർ 30. 2013. ഒന്നുകൂടെ പറഞ്ഞ കൂട്ടിപ്പറ. 2013 സെപ്റ്റംബർ 30 ശേഷം ഞാൻ സിഗരറ്റ് വലിക്കുന്ന പ്രശ്നമില്ല. ഓ ആരാ ഇത്? സെപ്റ്റംബർ 30 ശേഷം പി സി ജോർജിന്റെ സ്വഭാവം തന്നെ മാറാൻ പോവുക. ഇത് വലിക്കുമ്പോഴാണല്ലോ കുരുട്ടിയത്ത് വരുന്നത്. അത് മുഴുവൻ അത് പോയി. അങ്ങനെ